വിസ്മയ, ഷഹന, ഷബന, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും എന്നല്ലാണ്ട് അത് കുറയാനുള്ള സാധ്യതയൊന്നുമില്ല. ഇതിന് മുമ്പും പല വീഡിയോൻ്റെ അത് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശ്രീധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോഴും ഞാനൊരു വാർത്ത കേട്ടു, അത് നിങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കേൾക്കൂ. ഇപ്പോൾ ഓപ്പൺ ആക്കാം. തൃശൂർ കല്ലുംപുറത്ത് ഭർതൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തത് സ്ത്രീധന പീഡനത്തെ തുടർന്നെന്ന് പരാതി. പാലക്കാട് ചാലിശ്ശേരി സ്വദേശി സെബീനയാണ് 1 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് സേൻലാബ്ദീനും കുടുംബവും ഒളിവിലാണെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. ഹലോ, എന്നോട് ഇവിടെ നിൽക്കാൻ നാളെ ചോദിച്ചിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക് ഞാൻ എന്തെന്നെ ചെയ്യണ്ടേ? എനിക്കറിയില്ല. എനിക്ക് ഇറങ്ങി പോയിക്കോട്ടെ. അന്നെ വേണ്ടെന്ന് ഞാനെല്ലാം പറയുന്നത്. കൊടിയ പീഡനത്തിന് പിന്നാലെ നിസ്സഹായയായ സെബീന മാതാപിതാക്കൾക്കയച്ച ഓഡിയോ സന്ദേശമാണിത്. 2016 വിവാഹം ചെയ്യുമ്പോൾ ഭർതൃവീട്ടിൽ നിന്നും സ്ത്രീധനമൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾക്കപ്പുറം പ്രശ്നങ്ങൾ ആരംഭിച്ചു. 100 പവനാണ് സെബീനയിൽ നിന്നും തന്റെ കുടുംബം പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ പല തവണയായി ഭാര്യ വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ടു. എല്ലാ ആഭരണങ്ങളും കൊടുത്ത് എല്ലാം ചെയ്ത് ഞങ്ങൾ പല പ്രാവശ്യം ഇടപാട് ചോദിച്ചു. 10-40 ഈ ഒരു ന്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഈ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, ഈ അടുത്തും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ 1000 പോലും കിടക്കൂലല്ലോ. പക്ഷേ ട്രൂലി, ഓണസ്റ്റ്ലി, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ചെയ്ത ക്ലിപ്പ് തന്നെയാണ് ഈ ഒരു വീഡിയോൻ്റെ അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. ഇത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഹാപ്പൻ ചെയ്യുന്ന കാലം എന്ന് നിൽക്കുന്നോ അന്ന് നിർത്താം. ഇത് ഹാപ്പൻ ചെയ്യുന്ന കാലം അത്രത്തോളം ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. സീരിയസ്ലി, ഞാൻ വെറുതെ പറഞ്ഞാൽ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷേ ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. വീഡിയോൻ്റെ അകത്ത് ഞാൻ ഈ ഷഹനയുടെ കാര്യം, ശബനയുടെ കാര്യം മാത്രമൊന്നുമല്ല സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ മേ ബി ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലാതെയൊക്കെ ഉള്ള പലതരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളൊക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പലതും വാർത്തയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പല കേസുകളും അറിയുന്നു. ഈ വാർത്തയിലൂടെ വരാത്തതായിട്ടുള്ള ഇതുപോലെയുള്ള സംഭവങ്ങളും ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. വാർത്തയിലൂടെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇനി ഭാവിയിലാണെന്നുണ്ടെങ്കിലും ഇക്കാരണം കൊണ്ടുള്ള ആത്മഹത്യകൾ സംഭവിക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നൊന്നേലും തുടങ്ങിയൊന്നല്ലല്ലോ, ഒരുപാട് കാലങ്ങളായിട്ട് ഈ കാരണം കൊണ്ടുള്ള ആത്മഹത്യകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും പലയിടങ്ങളിലായിട്ട് പലരും ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനവും അല്ലാതെയുള്ള ഗാർഹിക പീഡനങ്ങളൊക്കെ മാനസികമായി ശാരീരികമായിട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. ഇത് അനുഭവിച്ച് സഹി കെട്ടിട്ട് പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പലരും ആത്മഹത്യയുടെ അറ്റത്ത് നിൽക്കുന്നുണ്ടാവും. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. പലരും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ആ പർട്ടിക്കുലർ വാർത്തേനെ പൊക്കിയെടുത്തിട്ട് വന്നിട്ട് സംസാരിക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി ഇത് ഭാവിയിൽ എങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം, ചർച്ചകൾ ഉണ്ടാവണം. സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് നമ്മളിരുന്ന് സംസാരിക്കുന്നു, വിട്ടുകളയുന്നു. അതുപോലുള്ള അടുത്തൊരു വിഷയം സംഭവിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, വിട്ടുകളയുന്നു. വീണ്ടും ഹാപ്പൻ ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നു, വിട്ടുകളയുന്നു, ഹാപ്പൻ ചെയ്യുന്നു. എന്താ കാര്യമുള്ളത്? വി നീഡ് സൊല്യൂഷൻസ്. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ നമ്മൾ കെട്ടിച്ചു വിട്ടു, ആരെ ആയിക്കോട്ടെ കെട്ടിച്ചു വിട്ടു. അവിടെ ഭയങ്കരമായിട്ടുള്ള പീഡനമാണ്, മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ പീഡനമാണെന്ന് വെച്ചോളൂ. അവരവിടുന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയണേ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അട്ടിയും പിട്ടിയും തൊഴിയും കുത്തിയുള്ള വർത്താനവും ഒക്കെയാണ്, സഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ സാരില്ല മോളെ,
അനുഭവിക്കേ, അഡ്ജസ്റ്റ് ചെയ്യേ, കല്യാണം കഴിഞ്ഞ് പോയതല്ലേ, അങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തൊലിച്ചു വിടും. അവസാനം അപ്പുറത്ത് ഇത് അനുഭവിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഈ സ്വന്തം വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ടും മാങ്ങാത്തുലിയും കിട്ടാൻ വേണ്ടി പോണില്ല, ഇനിയൊക്കെ നരക ജീവിതമാണ് എന്നുള്ളൊരു ചിന്ത വരും. ഹോപ്പ് അങ്ങ് പോവും. അങ്ങനെയുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും. എന്നാൽ ഈ അഡ്ജസ്റ്റ് ചെയ്യുമാനെ മാളെ, ഇങ്ങനെയാണ് ജീവിതം, കല്യാണം കഴിഞ്ഞ് പോയില്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരിക്കലും അപ്പുറത്ത് അവര് എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്, അവര് ഏതൊക്കെ രീതിയിലാണ് മാനസികമായിട്ട് തളരുന്നത്, എന്തോരം മാനസികമായിട്ട് ബാധിക്കുന്നുണ്ട്, അവരിനി ആത്മഹത്യ ചെയ്യോ, അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയൊന്നും ചിന്തിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള പ്രോത്സാഹനം കൂട്ടി അങ്ങ് വിടുകയാണ്. അവസാനം അവർ ആത്മഹത്യ ചെയ്തതിന് ശേഷം കടന്ന് കരഞ്ഞിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇങ്ങോട്ട് വന്നോ മോളെ, ഇനി നീ അവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമാണ്, അവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും തോന്നത്തില്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരു ഉന്മേഷമൊക്കെ കിട്ടും. ഭാവിയിൽ അടുത്ത ജീവിതവും ജോലിയും പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലേ? പക്ഷെ ഇതൊക്കെ ആരോട് പറയാനാണ്? ഇതിനു മുമ്പും ഇതിൻ്റെയൊക്കെ ഇതുപോലെയുള്ള ആത്മഹത്യകൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇതേ കാര്യം തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇവിടെ വർത്താനം പറച്ചിൽ മാത്രമേ നടക്കണുള്ളൂ. ഇവിടെ റിയാലിറ്റിയിലേക്ക് വരണ സമയത്ത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പാരൻസ് ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇവരെ കുറ്റം പറയണതല്ല. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറയുന്ന ആൾക്കാരെ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്. പക്ഷെ കുറ്റം പറയുക തന്നെയാണ് കേട്ടാ. വിചാരിച്ചാലും വിരോധമൊന്നുമില്ല, കുറ്റം പറയുക തന്നെയാണ്. ആരും സങ്കടപ്പെടണ്ട. ഇതൊരു റിയാലിറ്റിയാണ്. ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തു എന്നുണ്ടെന്നുണ്ടെങ്കിൽ മകളെ ഒന്ന് നഷ്ടപ്പെടില്ലായിരുന്നു. മനസ്സിലാക്കണോടോ. ഒരു ജീവൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് മൂല്യമുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവൻ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു ദുഃഖവും ഒക്കെയാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഈ നഷ്ടപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് പരിതാപകരമാണ്. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പരീക്ഷിക്കാതെ അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടല്ലേ നശിപ്പിച്ചു വിടുന്നത്. പണ്ട് ആ വിസ്മയുടെ കേസൊക്കെ എനിക്ക് സത്യത്തിലിടോ, എനിക്ക് അതൊക്കെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കേസാണ്. പാവട്ടോ, അവരുടെ കാര്യമൊക്കെ അന്ന് വാർത്തയിലൂടെ കേട്ടപ്പോൾ ഞാനൊക്കെ വല്ലാതെ ഡൗൺ ആയി പോയതാണ്. അത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അത് സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു. അവരെ തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതിൻ്റെ പാടൊക്കെ വാർത്തയിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, തല്ലിയതിൻ്റെ ഒക്കെ. അവർ സംസാരിച്ചതിൻ്റെ ഒക്കെ, മരിക്കണതിന് മുമ്പ് സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡും പരിപാടികളൊക്കെ നമ്മളന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു കഷ്ടം നോക്കിയേ. അവർക്കും ഇതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒക്കെ പേരിലാണ് അവരുടെ ജീവനും പോയത്. ഇങ്ങനെ എന്തോ നടക്കുന്നില്ലേ? ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഈ വീഡിയോ കാണുന്നവരിൽ പലരും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള പീഡനവും മാനസിക പീഡനവും ശാരീരിക പീഡനമൊക്കെ അനുഭവിക്കുന്നതായിരിക്കാം അല്ലേ? ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ പലരും അനുഭവിക്കുന്നവരും ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. നിങ്ങൾ ആത്മഹത്യയൊന്നും ചെയ്യരുത് കേട്ടോ, സീരിയസ്ലി. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ വേറെ വല്ല മാർഗങ്ങൾ കണ്ടുപിടിക്കുക. ജീവിതം മുമ്പോട്ടും വേറെ ഉണ്ട്. നിങ്ങൾ അത് മറക്കരുത്. നിങ്ങൾ പെട്ടെന്നൊരു തോന്നൽ നിങ്ങൾ ചെയ്യരുത്. ഈ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺപിള്ളേരുടെ പാരൻസ്, അത് മുമ്പ് പറഞ്ഞിട്ടില്ല, വീണ്ടും ക്ലീഷയായിട്ട് പറയണമെന്ന് മാത്രം, ഈ പെൺപിള്ളേരുടെ മാതാപിതാക്കൾ വെറുതെ കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് പഠിപ്പിക്കാതെ, തല്ലിപ്പൊളികൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വളർത്താതെ, പഠിപ്പിക്കുക, വിവരമുള്ളവരാക്ക്. അല്ലെങ്കിൽ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. അതാണ് പ്രധാനം. കല്യാണമൊക്കെ പിന്നെയുള്ള കാര്യം അവർ ഡിസൈഡ് ചെയ്യേണ്ടതാണ്, വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത്. മെയിനായിട്ട് പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിലനിർത്താൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണെന്നറിയോ, കയ്യിൽ എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലിയുണ്ട്, കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നാട്ടും തുപ്പും ബഹളവും അട്ടിയും മേളവും ഒക്കെ ആണെന്നാണെങ്കിൽ അവിടുന്ന് സുഖമായിട്ട് അന്തസ്സായിട്ട് കഴിവറുടെ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നിട്ട് അവനവൻ്റെ ജോലിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് പോലും ആവശ്യം വരില്ല. പിന്നല്ലേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്.
കാശുണ്ടെങ്കിൽ, കൈ പഠിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റിൽ കൊടുത്ത് മാറി അവിടെ സമാധാനമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. മണി മാറ്റേഴ്സ് മാൻ. മണി ഈസ് എവറിത്തിങ്. ഇഫ് യു ഹാവ് എഡ്യൂക്കേഷൻ, ഇഫ് യു ഹാവ് ഗുഡ് കരിയർ, ഇഫ് യു ഹാവ് പവർ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മാതാപിതാക്കൾ കല്യാണം കഴിപ്പിക്കാനായിട്ട് പെൺമക്കളെ വളർത്താതെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളർത്ത്, ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് വളർത്ത്. ഇനി സ്ത്രീധനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ച് വീഴുമ്പോഴേക്കും തന്നെ എന്ത് തൊലിയാണ് പറയുക? ഒരു പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധനം ഒക്കെ തയ്യാറാക്കി വെക്കണം. എന്തോരം കൊടുക്കേണ്ടി വരും? 50,000 വെക്കണോ, 5 ലക്ഷം വെക്കണോ, കാറ് വെക്കണോ, മറ്റത് വെക്കണം, മറിച്ച് പെൺകുട്ടി ജനിച്ചു തുടങ്ങുമ്പോഴേ പല പാരൻസും ഇത് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവസാനം അതിനു വേണ്ടി കുറേ ഏണി ഇതങ്ങ് വെക്കും, അവസാനം സ്ത്രീധനം എടുത്തങ്ങ് കൊടുക്കും, അവസാനം അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ, അത് ഇത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഷഹനയുടെ കാര്യം മാത്രമൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വളരെ കോമൺ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ പേരിലാണല്ലോ ഇവിടെ ആത്മഹത്യകളും മരണങ്ങളും കൊലപാതകവും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പിന്നെ സ്ത്രീധനം കൊടുത്തിട്ട് ആരും കല്യാണം കഴിപ്പിക്കണ്ട. സ്ത്രീധനം ചോദിച്ചു വരുന്ന ആൾക്കാരെ ആട്ടിച്ച് ഓടിച്ച് വിടുക, തല്ലുക പിടിച്ചിട്ട്. ഞാൻ നേരത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ തീട്ട വെള്ളം കലക്കി അങ്ങ് തലയിലേക്ക് ഒഴിച്ചങ്ങ് വിടണം. സ്ത്രീധനം ചോദിച്ചു വരുന്ന ആളുകളെ കൊടുക്കരുത്. എന്ത് വട്ടിയും പൂച്ചയൊന്നും ഇല്ലല്ലോ ഇത് വിൽക്കാൻ, കാശും വാങ്ങാൻ. അതേപോലെ തന്നെ ഈ സ്ത്രീധനം ചോദിക്കാൻ വേണ്ടി പോകുന്ന ആണുങ്ങളുണ്ടല്ലോ, നാണം ഉണ്ടാതെ ചോദിക്കാനുള്ളൂ. പട്ടിത്തീട്ടത്തിൻ്റെ വില പോലും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക്. അത് മനസ്സിലാക്കണം. ചോദിക്കാനും പോകരുത്. അന്തസ്സുള്ളവർ ചോദിക്കൂല. പിന്നെ ചില പെൺപിള്ളേരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രശ്നമുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധനം കൊടുത്തേ പറ്റൂ. അവരുടെ കിട്ടത്തും വാരി ഒന്ന് കൊടുക്കണം. നാണം കെട്ട ജന്മങ്ങൾ. അന്തസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീധനം നിർബന്ധമായിട്ട് കൊടുക്കുന്ന ടീമുകളും ആക്ച്വലി ഉണ്ട്. എന്തിനാ അത് തെറ്റല്ലേ ചെയ്യുന്നത്, വൃത്തികേടല്ലേ ചെയ്യുന്നത്, നാണക്കേട്. ഇതൊരു അന്തസ്സ് കാണിക്കലല്ല സ്ത്രീധനം കൊടുപ്പെന്ന് പറയുന്നത്. അന്തസ്സ് കേടാണ് സ്ത്രീധനം കൊടുപ്പെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മനുഷ്യജീവിനെയാണ് കെട്ടിച്ചു വിടുന്നത്, മനസ്സിലായ? അല്ലാണ്ട് സ്വർണമോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ കക്കൂസോ ഇതൊന്നും അല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു മനുഷ്യരെയാണ് വിടുന്നത്. അതിനെ ഒരു എന്താ പറയുക, എൻ്റെ മോൾക്ക് 50 ലക്ഷം അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് 50 ലക്ഷത്തിൻ്റെ കാറിൻ്റെയും വിലയുണ്ട്, ഇങ്ങനെയല്ല വിടണ്ടേ. മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് മാരേജ് ഒരു വിഷയമേ അല്ല. അതൊക്കെ എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കി. പഠിപ്പിക്കുക, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അതാണ് പ്രധാനം. അത് ഈ പൈസയും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെയൊക്കെ ഈ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യവും പ്രാപ്തിയൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ പെറ്റിടുമ്പോൾ തന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്ന സമയത്തേ എന്താ ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അനുഭവിച്ച് നിൽക്കേണ്ടി വരും. സ്വന്തം വീട്ടിൽ നിന്നും അടികൊള്ളുന്ന സമയത്ത് സപ്പോർട്ട് കിട്ടുന്നില്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടു, ഈ ഷബനയുടെ കേസിൽ എന്താണ് ആണുങ്ങളുടെ അടുത്ത് അവിടെയുള്ള ഏതൊരു സംസാരിക്കണത് കേട്ടതാണ്. ആണുങ്ങളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത്, ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം. അത് ഞാൻ ഓഡിയോ കേട്ടതാണ്, ഞാൻ ഇവിടെ വെക്കുന്നൊന്നുമില്ല, ഞാൻ കേട്ടതാണ് മറ്റൊരു വീഡിയോയിൽ. ആണുങ്ങളുടെ അടുത്ത് അങ്ങനെ ആണുങ്ങൾക്ക് എന്താ ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ? നിങ്ങൾ ചെവിക്കായ്മ വല്ല പ്രശ്നമുണ്ടോ? ആണുങ്ങളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയുന്നത്. അങ്ങോട്ടും സംസാരിക്കും, പെണ്ണ് ഇങ്ങോട്ടും സംസാരിക്കും, മനസ്സിലായ? ഒരു കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചിലപ്പോൾ പറയേണ്ടതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. അല്ലാണ്ട് പെണ്ണിനെ അങ്ങനെ സംസാരിക്കരുത്, പെണ്ണുങ്ങൾ ആണുങ്ങളോട് അങ്ങനെ സംസാരിക്കരുത്. നടക്കണ കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ പണ്ട്. ഇപ്പൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് കുറച്ച് തൻ്റെ ഇടവും കുറച്ച് ബോൾഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പോയി പറഞ്ഞു നോക്ക്. ആണുങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു അവർ ചെരുപ്പ് ഒരു കെട്ട് നോക്കി ഒറ്റ ഒന്നങ്ങോട്ട് തരും. അതും കെട്ടിയിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് പട്ടി ബഹു എന്ന് പറഞ്ഞിരിക്കണം, ഇരിക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നുമല്ല, ഞാൻ വളരെ ന്യായമായിട്ട് പറഞ്ഞതാണ്. മനുഷ്യന്മാരല്ലേ, അതാണെങ്കിലും പെണ്ണാണെങ്കിലൊക്കെ മനുഷ്യന്മാരാണ്. ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം വേണം. അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുള്ളൂ. അതർവൈസ് അടിയും വഴക്കും പൊക്കണമായിരിക്കും. ഇനി ഷബനയുടെ കേസിൽ എന്താണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ്. അവിടെ കയറിയിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ കയറിയിട്ട് ഓരോ ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ കയറിയിട്ട് ഓരോ വിഷയങ്ങൾ കയറിയിട്ട് അഭിപ്രായം പറയാനും പരിപാടികൾക്കൊന്നും നിൽക്കാൻ വേണ്ടി പാടില്ല. അതെന്തോന്ന് എവിടുത്തെ കൾച്ചറാണത്? അവർക്ക് തീരുമാനം എടുക്കാനോ സംസാരിക്കാനോ പിടിക്കാനോ ഒന്നും അറിയത്തില്ലേ? ഇപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാണ്. നമ്മൾ സ്ത്രീധനം മേടിച്ചിട്ടില്ല, ഒരു പിണ്ണാക്കും മേടിച്ചിട്ടില്ല, അങ്ങനെയൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല. ലവ് മാരേജ് ആണ്. നമ്മളെന്താണ് അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്നു
നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വൈഫ് ജോലിക്ക് പോകുന്നു, നമുക്കും ജോലിയുണ്ട്, അവർ വേണേന്ന് ഞാനും വേണേന്നു, നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരെന്നെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഡൗൺ ആകുമ്പോൾ അവരെന്നെ നോക്കും, അവർ ഡൗൺ ആകുമ്പോൾ ഞാൻ അവരെ നോക്കും. അതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ്. അല്ലാണ്ട് അവരുടെയൊക്കെ സ്ത്രീധനം വാങ്ങിയിട്ട് നമുക്ക് നിലനിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു അന്തസ്സ് കേട്ട പരിപാടി തന്നെയാണ്. അല്ല, ലവ് മാരേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷഹനയുടെ കാര്യം പറയാലോ. അവർ തമ്മിൽ രണ്ടുപേരും എന്താ എൻ്റെ പേര് ഞാൻ പറഞ്ഞു, കുവൈസ റുവൈസും ഷഹനയും തമ്മിലെന്തോ റുവൈസും ഷഹനയും തമ്മിൽ ഇഷ്ടമായിരുന്നല്ലോ. പക്ഷെ കല്യാണത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ റുവൈസിനും റുവൈസിൻ്റെ കുടുംബത്തിനും എന്തോ 150 പവനും പിന്നെ BMW കാറും 15 ഏക്കറും ഒക്കെ അങ്ങോട്ട് അണ്ണാക്കിക്ക് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന് അങ്ങ് ഒലത്താൻ പറ്റുള്ളൂ എന്നങ്ങ് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചിട്ട് ഷഹന ആത്മഹത്യ ചെയ്തത്. അതൊരുമാതിരി ചതിയാണത്. സ്നേഹിച്ചിട്ട് കുറെ കാലം നടന്നിട്ട് കല്യാണത്തിന്റെ സാഹചര്യം വരുന്ന സമയത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ നട്ടലില്ലായ്മ കാണിച്ചിട്ട് അവരെ അങ്ങ് ഒഴിപ്പിച്ച് വിടുന്ന സമയത്ത് അതൊരു ചീറ്റിംഗ് ആണ്. ആത്മഹത്യ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ ആത്മഹത്യ ചെയ്ത ആളെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആത്മഹത്യ ചെയ്യരുത്. ഷഹനയുടെ കേസ് പറയുകയാണെങ്കിൽ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും എല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ മാനസികമായിട്ട് നമുക്കത് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല അവർ ആത്മഹത്യ ചെയ്തേനെ. അതായത് എന്താ പറയുക, ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല പറയാൻ കാരണം ഈ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും നമുക്ക് ഈ മാനസിക ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാനസികമായിട്ട് തളരുന്ന സമയത്താണ് ഈ ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള ഒരു പവറും പരിപാടികളും നേരിടാനുള്ള ഒരു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പരിപാടി ഉണ്ട്, അത് കൊണ്ടുവരണം. ചെറുപ്പം തൊട്ടേ ഈ റിജക്ഷൻസ് ആയിക്കോട്ടെ, നോ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് സംഭവങ്ങൾ വരണ സമയത്തും നമുക്ക് അതിനെ നേരിടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇവിടെ ആക്ച്വലി ഉണ്ടാവണം. അത് ചെറുപ്പം തൊട്ടേ പറഞ്ഞ് പാരൻറ്റിങ്ങിലൂടെയും സ്കൂളുകളിൽ ടീച്ചിങ്ങിലൂടെയൊക്കെ അത്തരത്തിലുള്ള പരിപാടികൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആക്ച്വലി ഉണ്ടാവണം. ബോധവൽക്കരണം എന്ന് പറയുന്നൊരു സംഭവം അതുണ്ടാവണം. അത് പാരൻസിൻ്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ കിട്ടിയാൽ മാത്രമാണ് ഭാവിയിൽ പല സന്ദർഭങ്ങൾ വരുന്ന സമയത്തും അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സ് പെട്ടെന്ന് തളർന്നു പോവും, പെട്ടെന്ന് ആത്മഹത്യ പ്രവണതയൊക്കെ ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ ആ കൊച്ചിൻ്റെ കാര്യത്തിലൊക്കെ അവർ മാനസികമായിട്ട് പെട്ടെന്ന് ഡൗൺ ആയി പോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഷഹനയുടെ കാര്യമാണ് പറയണത്. അങ്ങനെ ആ കൊച്ചിൻ്റെ ജീവൻ പോയി. എന്തോരം നല്ല ഭാവി ഉണ്ടായിരുന്ന കൊച്ചായിരുന്നു. അവൻ്റെ ഉറുവയസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാണ്ടല്ലോ, അവനെയൊക്കെ തീട്ടന്മാർ അറിയാനും തല്ലാനും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഭയങ്കര ദേഷ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രേമിച്ചല്ലടോ, പ്രേമിച്ചതല്ലേ. പ്രേമിച്ചിട്ട് അവസാനം എത്തുന്ന സമയത്ത് സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഒഴിവാക്കുക എന്ന് വേണം. എന്ത് ചെറ്റത്തരോ കാണിക്കുന്നേ. അവന് തൻ്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള ആളുകളുടെ അടുത്ത് പറയില്ല, എനിക്ക് സ്ത്രീധനവും മയിലൊന്നും വേണ്ട, ഞാൻ സ്നേഹിച്ചത് ആ പെണ്ണിനെയാണ്, അല്ലെങ്കിൽ അല്ലാണ്ട് ആ പെണ്ണിൻ്റെ സ്വത്തിനെയോ അല്ലെങ്കിൽ BMW വേറെ ഒന്നും അല്ല, ഞാൻ അതിനെ കെട്ടാൻ വേണ്ടി പോവാണ്, നിങ്ങൾ വേറെ പണി നോക്കുമെന്ന് പറയണ്ടേ. അത് പറയാനുള്ള അന്തസ്സും വണ്ടിക്കുള്ള ഉറപ്പൊന്നും ആ റുവൈസ് എന്ന് പറയണവനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ആ കല്യാണത്തിൽ നിന്ന് അങ്ങ് സ്കിപ്പ് ചെയ്തത്. ഞാൻ ബാഡായിട്ടുള്ള ലാംഗ്വേജ് ഈ വീഡിയോൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സാരല്ലേ, നിങ്ങൾ സഹിക്കുക. കാരണം ഇത്തരത്തിലുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നൊക്കെ ഇരിക്കും. ബിക്കോസ് അമ്മാതിരി ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന സമയത്ത് പണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പാമ്പിനെ കൊണ്ടൊരു സ്ത്രീനെ കൊത്തിച്ച് കൊന്നല്ലോ, അതും സ്ത്രീധനത്തിൻ്റെ പേരിലല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നെന്തെങ്കിലും തുടങ്ങിയൊന്നുമല്ല. സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലാതെയൊക്കെയുള്ള ഗാർഹിക പീഡനം കൊണ്ടുള്ള ആത്മഹത്യകൾ ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ആ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഇരുന്ന് സംസാരിക്കാറുണ്ട്. അവസാനം അടുത്ത വാർത്ത ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പുറകെ പോവും, ഇത് വിട്ടുകളയും. അടുത്ത വാർത്ത ഉണ്ടാവും, വിട്ടുകളയും, പറയും തന്നെ നടക്കണം. ഇതിന് സൊല്യൂഷൻസ് ഉണ്ടാവുന്നില്ല. ഈ വീഡിയോ ഒന്നും അധികം ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതിനോതായിട്ട് ഈ വീഡിയോ ഒന്നും അധികം ആളുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നില്ല. നേരെ മറിച്ച് ജഡ്ഡിമ്പിലെ പുള്ളി കണ്ടു, അല്ലെങ്കിൽ ആ നടിക്ക് സംഭവിച്ചത്, ഈ നടന് സംഭവിച്ചത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വളരെ ഗോസിപ്പിംഗ് ആയിട്ടുള്ള പരിപാടികൾ നമ്മൾ അടിച്ച് വിട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നിരുന്ന് കാണും. യൂട്യൂബ് ആണെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസ് ഇരുന്ന് റെക്കമെൻഡ് ചെയ്ത് വിടും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള വീഡിയോ ആണല്ലോ. അതുകൊണ്ട് ഇതൊന്നും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല. ആളുകളാണെങ്കിലും ഇത് വന്ന് ക്ലിക്ക് ചെയ്യാനുള്ള താല്പര്യം അധികം കാണിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് ചിലപ്പോൾ ഒരു 300 വ്യൂ 200 വ്യൂവിലൊക്കെ അങ്ങോട്ട് നിൽക്കും. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ആകെ 4 മണിക്കൂറിൽ പുള്ളിക്ക് 10,000 വ്യൂ 12,000 വ്യൂ എങ്ങാണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് കഷ്ടം തോന്നി. കാരണം പുള്ളിക്ക് അല്ലാതെയുള്ള വീഡിയോസിനൊക്കെ 50,000 60,000 70,000 100 ലക്ഷം 1 ലക്ഷമൊക്കെ കിട്ടണതാ. ഇത്തരത്തിലുള്ള വീഡിയോസിനൊക്കെ പുള്ളിക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒരു 5 ലക്ഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായേനെ.
അല്ലെങ്കിൽ കുറച്ച് പാരൻസിനെങ്കിലും മാറി ഒന്ന് ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യം വരണ സമയത്ത് പെൺപിള്ളേരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീട്ടിൽ വന്നിരുന്നോളാം പറയാനൊക്കെ ഉള്ളൊരു പ്രവണതയെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായേനെ, അത്തരത്തിലുള്ള ചിന്തിക്കാനുള്ള കഴിവെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായേനെ. പക്ഷേ അത്തരത്തിലുള്ള വീഡിയോസിനൊന്നും റീച്ച് വേണ്ടടോ. അല്ലാത്ത വീഡിയോസിനൊക്കെ നല്ല റീച്ച് യൂട്യൂബും അല്ലെങ്കിൽ ആൾക്കാരും ഒക്കെ കാണാനുള്ള താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാ.